ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ കോക്കനട്ട് ഹൽവയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ റവ ദാ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നെയ്യ് വേണം, പിന്നെ ചെറിയൊരു മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ, പിന്നെ അര ഗ്ലാസ് പഞ്ചസാര. തേങ്ങ ഒരു ചെറിയ മുറി മതി കേട്ടോ, പിന്നെ അര ഗ്ലാസ് പഞ്ചസാര. ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് റവയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. പിന്നെ ഈ ഗ്ലാസ് കൊണ്ട് തന്നെ 2 ഗ്ലാസ് പാൽ വേണം. ഒരു ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിന് ആവശ്യമുണ്ട് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഇനി ഉണ്ടാക്കാനായിട്ട് ഗ്യാസുമ്മൽ ഒരു പാൻ വയ്ക്കാം. ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. ഞാൻ ചെറിയ ടീസ്പൂണായ കാരണം 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം അതിൽ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ, തേങ്ങ ചിരകിയത്. ടേസ്റ്റിനും ഒരു മണത്തിനും ഏലക്കായ ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു കേട്ടോ. ഞാനിത് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഏലക്കായയുടെ ഓർമ്മ വന്നത്. കാരണം ഏലക്കായ പിന്നെ പൊടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ തേങ്ങ ഇട്ട് ഇളക്കി ഒരു കുറച്ചൊന്ന് ചുവന്ന് വരണവരൊന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. വല്ലാണ്ട് ബ്രൗൺ നിറാവണ്ട, ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊണ്ട് നിന്നാൽ മതി. ഇതപ്പോൾ കുറച്ച് ഒന്ന് ഇളക്കിയപ്പോൾ കുറച്ച് ചുവപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് ബ്രൗൺ ആവണ്ട, 2 മിനിറ്റ് നേരം ഇളക്കിയാൽ മതി. പിന്നെ അതിലേക്ക് എടുത്തു വെച്ചാണ് പാലൊഴിക്കുക. 2 ഗ്ലാസ് പാൽ കേട്ടോ. ഞാൻ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അര ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ടേണേ. നല്ല മധുരമാവും കേട്ടോ 1 ഗ്ലാസ് പഞ്ചസാര ഇടുമ്പോൾ തന്നെ. എന്നാലും പിന്നെ ഹൽവ എന്ന് പറയുമ്പോൾ മധുരം ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അത്രയും ഇട്ടത്. അതൊന്ന് ഇട്ട് പാലൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് റവ കുറേശ്ശെ ആയിട്ട് ഇടണം കേട്ടോ. ഒന്നിച്ച് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊണ്ട് നിൽക്കുക. റവ കട്ട പിടിക്കാണ്ട് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. തിളച്ച് നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ. പാല് നന്നായിട്ട് ഒരുവിധം വറ്റുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി കേട്ടോ. ഇതേപോലെ പാല് മുഴുവൻ വറ്റണം കേട്ടോ. പാല് വറ്റി ഇതേപോലെ ഒരുവിധം കുറുകുമ്പോൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കണം കേട്ടോ. ചൂടോടുകൂടി തന്നെ വേറെ പാത്രത്തിലേക്ക് പകർത്തണം, അല്ലെങ്കിൽ കട്ടയായി പോവും. അപ്പോൾ ഞാനിതാ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കുറച്ച് ബദാമും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ബദാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കണതാണ് കേട്ടോ. അതൊരു ഭംഗിക്ക് ഇട്ടേക്കണതാണ് കേട്ടോ. കാണാൻ ഭംഗിയുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും കഴിക്കുമ്പോൾ.
അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് ടീസ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് തേച്ച് എല്ലായിടത്തേക്കും ആക്കണം കേട്ടോ. പാത്രത്തിൽ എല്ലായിടത്തും ഒരുപോലെ ആക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം അത് ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, എന്നാലേ അടിയിൽ നിന്ന് വിട്ടു പോരുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഹൽവ മേടിച്ച് കഴിക്കുന്നതിലും സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അധികം സാധനങ്ങളും വേണ്ട, വീട്ടിലുള്ള മിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതാ അരമണിക്കൂർ നേരം ചൂടാറാൻ വെച്ചു, തണുത്തതിന് ശേഷം എടുത്തപ്പോൾ ഇതേപോലെയായി കേട്ടോ. ഇനി ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.